ഇപ്പോൾ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ 1/2 കിലോ സോപ്പ് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേരുവയായിട്ട് നമ്മളൊരു 1/4 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഗ്ലിസറിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സ്മെല്ല് ചേർക്കാനുള്ള നമ്മൾ ജാസ്മിൻ്റെ സ്മെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ബീട്രൂട്ട് നന്നായി തോല് കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ ബീട്രൂട്ട് നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ബീട്രൂട്ടും ഈ പാലും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിൻ്റെ ഇതിലേക്ക് അരിപ്പ വഴി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ച ഗ്ലാസ്സിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളിതിനായിട്ട് ഇതുപോലെ ഞാനൊരു ചേരുവവും ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 പാത്രങ്ങൾ എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. അതിനകത്ത് ഞാൻ ഈ ചെരുവത്തിനകത്തോട്ടേക്ക് നമുക്ക് ഒരു 1/2 ചെരുവം വെള്ളം ഇടും. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന സോപ്പ് ബേസ് നമ്മുടെ വെള്ളത്തിൻ്റെ മേലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് കുറുക്കി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് വെള്ളം ആകരുത്. അപ്പോൾ ഇത് നന്നായി മെൽറ്റായിട്ടുണ്ട്. മെൽറ്റായ ശേഷം നമ്മളിത് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് ഇല്ലേ, ഈ ബീട്രൂട്ട് ജ്യൂസ് ഇപ്പോൾ നല്ല മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിനകത്തോട്ട് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല കളറൊക്കെ നമുക്ക് കൂടുതൽ കളറൊന്നും ഇതിനകത്തോട്ടൊക്കെ ആഡ് ചെയ്യണ്ട. നമ്മുടെ സോപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി, സോപ്പിൻ്റെ കളറൊക്കെ ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. സോപ്പിൻ്റെ കളറൊക്കെ മാറി ഇതേ വന്നു. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് ഒരു ലേശം ഗ്ലിസറിൻ മതി കേട്ടോ. നമ്മുടെ ബേസ് വന്നിട്ട് ഗ്ലിസറിൻ്റെ ബേസാണ്, അത് കാരണം ഒരു തുള്ളി ഗ്ലിസറിനും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ സ്മെല്ലിനായിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന സ്മെല്ലിൻ്റെ ഫ്ലേവറും കൂടെ നമ്മളിത് ഈ സ്പൂണിലേക്ക് 1 സ്പൂണ് നമ്മൾ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ നമുക്ക് സ്മെല്ല് നല്ല വേണമെങ്കിൽ അതിനനുസരിച്ച്, എനിക്ക് 1 സ്പൂൺ മതി. എനിക്ക് അധികം സ്മെല്ല് വേണ്ട, നമ്മുടെ കുഞ്ഞുമാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ സ്മെല്ല് അധികം ആക്കുന്നില്ല. 1 സ്പൂൺ സ്മെല്ല് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബേസിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കണം. ഇത്രയേ ഉള്ളൂ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള പ്രയാസം. അപ്പോൾ അതേ നമുക്ക് ഇനി നമ്മുടെ ബേസിലേക്ക് ഇത് കൊണ്ടുപോയി ഒഴിക്കണം. അപ്പോൾ അതേ നമ്മുടെ ബേസ് ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബേസ്. ഇനി നമുക്കിത് വലിയ ചൂടാറുന്നതിൻ്റെ മുന്നേ നമുക്കിത് നമ്മുടെ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 4 ബേസിനകത്ത് 4 സോപ്പിനുള്ള സോപ്പ് ബേസേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ പതകളില്ലേ, നമുക്ക് ഈ പതകളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് വെക്കാം. കാരണം എന്നാലാണ് നമ്മുടെ സോപ്പ് കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പതുക്കെ അതിൻ്റെ മേലെ വരുന്ന പത ഇങ്ങോട്ടേക്ക് നമുക്ക് നീക്കി മാറ്റിയെടുക്കാം കേട്ടോ.
അപ്പോഴാണ് നമ്മുടെ സോപ്പ് കാണാൻ വൃത്തി ഉണ്ടാവുള്ളേ. ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ.